السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. എന്നെ ആദ്യം ക്ഷണിച്ചത് കാര്യമായ നേതാക്കൾ എത്തുന്നതിനെ സമയം അഡ്ജസ്റ്റ് ചെയ്യാനേ. ഇപ്പം ഞാനത് മൈക്കിന്റെ ക്ലിയറും കൂടെ ശരിയാക്കാൻ വേണ്ടി ഇങ്ങനെയുണ്ട്. ഞാൻ പറയുമ്പോൾ ഒന്നുകിൽ സ്വഭാവം തിരിയും. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വലിയ നേതാക്കൾ വരുമ്പോഴത്തേനും ശരിക്കും എന്നെ ക്ലിയർ ആക്കി വെക്കുക എന്ന് അറിയിക്കുക. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഈ പ്രസ്ഥാനത്തിന്റെ ചാലക ശക്തികളായ മുഅല്ലിം സുഹൃത്തുക്കൾ അവരുടെ സംഗമമാണ് ഇന്ന് നടക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ ചാലക ശക്തി എന്ന് 2-3 നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. വിശുദ്ധ ഇസ്ലാമിനെ തബ്ലീഗ് ചെയ്യാൻ വേണ്ടി വന്ന ഹബീബുന വ ഹബീബുല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി സുമാത്തകളെ കുറിച്ച് ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ എന്ന പ്രയോഗമാണ് അല്ലാഹു തആല നടത്തിയത്. മുദരിസൻ ഖതീബൻ എന്ന് പറയുന്നതിന് പകരം ആ പദപ്രയോഗം തന്നെ ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം നേരത്തെ ഇവിടെ പൊന്മുള സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആളുകളുമായും ഒരു തുറഫിൽ ബന്ധം, അതോടൊപ്പം വളരെ ലോക്കൽ ആയ അല്ലെങ്കിൽ സാധാരണക്കാരായ രക്ഷിതാക്കളുമായിട്ടും ബന്ധം. ആ ബന്ധം പുലർത്തി മാതാപിതാക്കളെ ഒരു വലിയ ബാധ്യതയിൽ നിന്ന് ചെറിയ വേതനം വാങ്ങി രക്ഷപ്പെടുത്തുന്ന ആളുകളാണ് മുഅല്ലിമീങ്ങൾ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങൾ അഹ്ലുകാരെയും നരകത്തെ തൊട്ട് കാക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് എന്നതിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറഞ്ഞ തഫ്സീർ ഐ അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങൾക്ക് അവർ മതം പഠിപ്പിച്ചു കൊടുക്കണം, പഠിപ്പിച്ചാൽ മാത്രം പോരാ പ്രാക്ടിക്കലാക്കി കൊടുക്കുകയും വേണമെന്നാണ്. ഇതിനും ചെയ്യേണ്ട കർത്തവ്യം സത്യത്തിൽ രക്ഷിതാക്കളെ ഏൽപ്പിതാണ്. രക്ഷിതാക്കളോട് അല്ലാഹു തആല ചോദിക്കുക, നിങ്ങൾ കല്യാണം കഴിച്ചോ, കുട്ടികൾ ഉണ്ടായോ എന്നൊക്കെ ചോദിച്ചൊന്നും വരില്ല. പക്ഷെ ഉണ്ടായ കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്തോ എന്നുള്ള ചോദ്യം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ആ ചോദ്യത്തിന് നാളെ റബ്ബിന്റെ മുമ്പിൽ റാഹത്തായ ആൻസർ കൊടുക്കാൻ കഴിയണമെങ്കിൽ ആവശ്യമായ അടിസ്ഥാന വിഷയങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യം നിർവഹിക്കുന്ന ഒരു വലിയ ടീമാണ് മുഅല്ലിമീങ്ങൾ. മാത്രമല്ല, കേരള മുസ്ലിം ഉത്ബുദ്ധതയിൽ നല്ല ഒരു പങ്ക് എന്തായിരുന്നാലും മുഅല്ലിമീങ്ങൾക്കാണ്. കേരള മുസ്ലിം ഉത്ബുദ്ധത എന്നത് ലോകത്ത് ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങളടക്കം സന്ദർശിച്ച് വിലയിരുത്തിയ ആളുകൾക്കും അത് പഠിച്ച ആളുകൾക്കും അറിയാം, കേരളമാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും ആളുകൾക്കും വലിയ മാതൃക. പഴയ കാലത്തെ മദീനയെ എങ്ങനെയാണോ റസൂലുള്ളാഹി തങ്ങൾ തർബീത്ത് ചെയ്ത് പോഷിപ്പിച്ചിരുന്നത്, ആ മദീന പള്ളിയിലെ സുഫത്തിന്റെ ദർസടക്കം അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയില്ല എല്ലാ സംസ്കാരവും പരിഷ്കാരവും അത് അങ്ങനത്തെ നിലനിൽക്കുന്നതാണ് കൊച്ചു കേരളം. പണ്ഡിതന്മാർക്ക് ആധിപത്യവും സാധാരണക്കാർ പണ്ഡിതന്മാരുടെ നിയന്ത്രണത്തിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രാമുഖ്യം നൽകിയുമുള്ള ആ സിസ്റ്റം അത് നിലനിൽക്കുന്ന കേരളം. കേരളത്തിന്റെ പുറത്തു പോയാൽ ഇപ്പോൾ നമുക്കറിയാം, മർക്കസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ ഒരു മാർക്ക കല്യാണത്തിന്റെ സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു മാർക്ക കല്യാണം സംഘടിപ്പിച്ചാൽ അതിന് 10 കുട്ടികളെ കിട്ടണമെങ്കിൽ ആട്ടിപ്പിടിച്ചിട്ട് വേണം. കാരണം ഇത് മറ്റൊരു രീതി പോലെയല്ല, അത് ഒരിക്കൽ കൊടുത്താൽ പിന്നെ കൊടുക്കാൻ പറ്റൂല, അങ്ങനെ തകരാറും കൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കൽ വാങ്ങിയാൽ പിന്നെ 10 കൂടെ വന്ന് വേറെ കാർഡായിട്ട് വരൂല. അതുകൊണ്ട് തന്നെ 10 ആളെ കിട്ടാൻ പ്രയാസമാണ്. അതേസമയം ഗുജറാത്തില് ഈ മാർക്ക കല്യാണം സംഘടിപ്പിച്ചപ്പോ 132 ആളുകൾ വന്നു. ആ 132 ആളുകളിൽ 64 ആളുകളും 60 വയസ്സ് കഴിഞ്ഞ ആളുകളുമാണ്. അപ്പൊ ആലോചിച്ച് നോക്കുങ്ങൾ, നമ്മൾ ഇവിടെയൊക്കെ തമാശീല പറയല്, ഒന്ന് വാപ്പാരും കടന്നോട്ടെ തമാശ പറയലുണ്ട്. ഇതങ്ങനെയല്ല, അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ്. 64 ആളുകൾ അതിന് തന്നെ തരിപ്പിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്തപ്പോ നീച്ചു ഓടിയലുണ്ട് എന്നാണ്. അതായത് ഇതിന് എത്ര വേദന ഉണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറം എത്ര ഉണ്ടാവും എന്ന് ആലോചിച്ചിട്ട്. അപ്പൊ നമുക്കൊരു തമാശയായിട്ട് തോന്നുന്നെങ്കിലും അത്ര പോലും മതബോധം ഇല്ലാത്ത ആളുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അള്ളാന്റെ ഹബീബാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ടൊരു പരിപാടിക്ക് ചെന്നപ്പോൾ അടുത്ത ആളുകൾ പറഞ്ഞതാണ്, അവിടെ ഒരു ഗ്രാമത്തിൽ, ഉൾബറക്കടുത്തൊരു ഗ്രാമത്തിൽ
2 മണിക്കൂർ നമ്മുടെ ഈസാന്റെ SSFന്റെ കുട്ടികൾ അവർ 2 മണിക്കൂർ ചെന്ന് ഒരു വിശുദ്ധ റമദാനിൽ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു കൊടുത്തു പോലും. റസൂലുള്ളാഹിന്റെ ഔസാഫുകളും അതിന്റെ പാരമ്പര്യവും മോചിതത്തുകളും അങ്ങനെ തുടങ്ങി 2 മണിക്കൂർ ഹബീബിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രസംഗം ഉൾക്കൊണ്ട ഈമാൻ കയറിയ ചെറുപ്പക്കാരൻ ചോദിച്ചു പോലും, ഇപ്പൊ കേരളത്തിൽ പോയ മൂപ്പരെ കാണാൻ പറ്റുമോ? ആലോചിക്കുങ്ങൾ. ഇതൊരു തമാശയായിട്ട് തോന്നുന്നു. എന്നോട് അവതരിപ്പിച്ചാലോട് ഞാൻ ചോദിച്ചു, ഞാൻ സ്റ്റേജിൽ പറയും, അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതുകൊണ്ട് സംഗതിയിൽ ഇതുള്ളതാണോ? പൊന്നാര പൊത്തപ്പിരി അനുഭവിച്ചു നല്ല ഒന്നുകൂടെ പിടിച്ചോളിയാ. അതിന് മുമ്പോൽബലുകായി ഈ കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഒരു മരിച്ച വീട്ടിൽ ദ്വാരക്കാൻ വേണ്ടി പോയി. പച്ചപ്പകര് അങ്ങനെ ദ്വാരൊക്കെ കഴിഞ്ഞ് കണ്ണീരൊക്കെ തുടച്ചിട്ട് ഇവർ ഇറങ്ങുമ്പോ ആ വീട്ടുകാരൻ ബഹുമാനത്തോട് വന്ന് പറയാം, സാധന്മാരെ കൂടെ ഈ കഥ പോകരുതിട്ടോ, റമദാന്റെ പകലിൽ. ഇപ്പൊ ഈ കഴിഞ്ഞ റമദാനിന്റെ ഞാൻ എന്തിനു പറഞ്ഞു? അല്ലാഹുവർക്കൊക്കെ നല്ല ആത്മീയ ബോധം നൽകുമാറാകട്ടെ. ഇത് മനസ്സിലാക്കിയാണ് കമറുലമ കാന്തപുരം ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അതിലൂടെ യാത്ര ചെയ്ത് ആളുകളെ മനസ്സിളക്കി 25,000 വൈജ്ഞാനിക ഗ്രാമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അല്ലാതെ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്ക് നിങ്ങൾ, ഇതാണ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ കഥയെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കങ്ങ് പോകുന്തോറും അതിലേറെ വഷളായ അന്തരീക്ഷം. ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്, അവിടുത്തെ പെരുന്നാളിന്റെ ലീവിന് പിന്നെ ഇങ്ങോട്ട് വരാതെ അവിടെ തന്നെ നിൽക്കുന്ന സമയം അവിടെ മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ഉസ്താദ് ഹാഫിൾജി എന്നാ പറയാ, അവർ നാട്ടിൽ പോയി, ബീഹാറിലാണ്. അപ്പൊ ആ ചാൻസിൽ പിന്നെ മദ്രസയിലേക്ക് ഞങ്ങളാ കയറുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 7 or 9 വയസ്സുള്ള പെൺകുട്ടി, തൊട്ടടുത്തൊരു 19 വയസ്സുള്ള ഒരു മനുഷ്യൻ. ഇവർ തമ്മിൽ അങ്ങോട്ടും കൂടി സംസാരിക്കുന്നതും പുസ്തകം വാർന്നും ഞാൻ കാണുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ പൊതുവെന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഹാഫിൾജി എത്ര മേരി ബേട്ടിയെ, ഇതിന്റെ മകളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പൊതു? ഒരൊറ്റ ക്ലാസ്സിലാണ്. അപ്പൊ അയാൾ നിറ കണ്ണുകളോടുകൂടെ പറയാ, നിങ്ങൾ കേരളീയർ എത്ര ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ സർ സാബിനെ പോലെയുള്ള ഏപ്പിസ്ഥാൻ എങ്ങനെ അവർ വിളിക്കാം, ഷീഖ് സാബിനെ പോലെയുള്ള വലിയ ആളുകൾ അവർ നിങ്ങൾക്ക് പഠിക്കാനും മദ്രസയും അതേപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും ചെയ്തു തന്നു. ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കുന്നത് നേർക്കുനേരെ പഠിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഹിന്ദിയിൽ എഴുതിയ ഖുർആൻ അറബി ഹിന്ദിയാക്കിയത്, നമ്മുടെ മെസ്സേജിന് മംഗ്ലീഷ് വിടുന്നത് പോലെ, അതായത് ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷിലാക്കി വിടലാണല്ലോ എന്നതുപോലെ ഈ ഹിന്ദിയിലേക്ക് മാറ്റി എഴുതിയ ഖുർആൻ നോക്കിയാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഞങ്ങൾക്കത് മര്യാദയ്ക്ക് ഓതാൻ കൂടി അറിയുന്നില്ല, നിസ്കാര അർത്ഥമൊന്നും ഞങ്ങൾക്കറിയില്ല. എന്റെ പൊന്നാരമോള് നിങ്ങളുണ്ടാക്കിയ പുസ്തകം എന്റെ വീട്ടിൽ വെച്ച് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതി തോന്നി. ഞാൻ തീരുമാനിച്ചു, ഒഴിവുള്ള ദിവസം ഞാനും പോട്ടെ എന്റെ മോളെ കൂടെ മദ്രസയിൽ. അങ്ങനെയാണ് ഹാഫിൾജി ഞാൻ വന്നത്. 50 വയസ്സുള്ള ഒരു പിതാവ് പറയാൻ, അള്ളാഹു അവർക്കൊക്കെ നല്ല ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിലൂടെ നമ്മളൊരു ഓട്ടപ്പന്തയം നടത്തിയാൽ, അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിലൂടെ പോയാൽ, ഞാൻ ഓർത്തു പോകുന്നു ഈജിപ്തില് ഒരു മക്കബയിലേക്ക് അങ്ങോട്ട് കയറുന്ന സമയത്ത് അവിടെ ഭയങ്കര ബഹളവും കൂത്തും നടക്കുകയാണ്. അവർ കല്യാണത്തിന്റെ പുതിയണ്ണും പുതിയാപ്പിളും വന്നതാണ്. ഇതിങ്ങോട്ട് വല്ലാതെ കണ്ട് തരിപ്പിക്കേറിയപ്പോ ഒരു ഭാഗത്ത് കൂടെ നൈമിയും വേറെ ഭാഗത്തൂടെ ഞാൻ കിട്ടുന്ന അറബിയിൽ അങ്ങോട്ട് ചീത്തമാണ്. അതെല്ലാം പാടെ വന്നപ്പം ലാസ്റ്റ് തെൽക്കാനം ഉണ്ടാവുന്നു. പിന്നെ പുറത്ത് തിരിയാർത്ത് കഴിഞ്ഞിറങ്ങിപ്പോ ഇവർ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. വിഷയം പറഞ്ഞു കൊടുത്തു. ഇതിവിടെ കിടക്കുന്ന മഹാന്മാര് പൊരുത്തപ്പെടൂല, ഇതല്ലല്ലോ ഇസ്ലാം എന്നെല്ലാം പറഞ്ഞു. നിങ്ങൾ ആരാന്നാ ചോദ്യം. ഞങ്ങൾ ഇന്ത്യക്കാരാന്ന് പറഞ്ഞപ്പോ, ഹുനൂദാന്ന് പറഞ്ഞപ്പോ അവര് പറയാ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാർ, ഞങ്ങൾക്കത് അറിഞ്ഞുകൂടാ. ഇത് തെറ്റാന്ന് ഒരാൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾക്കത് അറിയാത്തത് കൊണ്ട് ചെയ്തു പോയതാണ്. ചൂടായത് വർച്ചനെ വെറുതെ പോയല്ലോ, അള്ളാഹുക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലൂടെ ചുറ്റിക്കറങ്ങുമ്പോഴാണ് ഖൈറുല്ലാഹി എന്ന അസ്റിൽ നിന്ന് പിടിച്ച കേരള എന്ന നാട്ടിൽ അൽഹംദുലില്ലാഹ് ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ, സാദാത്യങ്ങളുടെ തണലിൽ, ഉമറാക്കളുടെ സഹകരണത്തോടെ നേതൃത്വത്തിന്റെ നല്ല അധ്വാനത്തിന്റെ ഫലമായി നമുക്ക് അല്ലാഹു ആത്മീയ ബോധം തന്നു. നമ്മൾ ലമീറും താല്ലുക്കും നോക്കി മഖ്റജ് ക്ലിയറാക്കി എല്ലാം വ്യക്തമാക്കി അതിന്റെ വരികൾക്ക് ഇടയിൽ നിന്ന് ശറഹും അതിന്റെ ശറഹും പിന്നെ ഹാഷിയും നോക്കിയിട്ടാണ് വിഷയങ്ങൾ അഗാധമായി ഇറങ്ങിച്ചെന്ന് തർക്കം നടത്തുന്നത്. അതേ സമയത്ത് വിഷയം എന്തെന്ന് പോലും അറിയാത്ത നല്ല വിഭാഗം ലോകത്ത് പല ഭാഗത്ത്
ഭാഗത്ത് നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ ഒരു ബോധം നമുക്കുണ്ടാക്കി തന്നതിൽ പങ്കുവഹിച്ചത് മുഅല്ലിമീങ്ങളാണ്. കാരണം ഉപരിപഠനത്തിന് പോകുന്നവരല്ല നമ്മിൽ ഭൂരിഭാഗം ആളുകളും. അലിഫും ബാഉം മുതൽ പഠിച്ച് യാസീനും ഖത്തും അടക്കം തീർത്തിറങ്ങുന്നത് നമ്മുടെ മദ്രസകളിൽ നിന്നാണ്. അതിന്റെ പരിപൂർണമായ ക്രെഡിറ്റ് ഇവിടെയുള്ള മുഅല്ലിമീങ്ങൾക്കുമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന, അത് ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉലമാ ഉത്തരവാദിത്വം മനസ്സിലാക്കി ആത്മാർത്ഥമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ചപ്പോൾ അതിന്റെ ഫലം എന്നോണമാണ് പഴയകാല ആശയ ആദർശങ്ങൾ അടിത്തറ ഇളകാതെ പിടിച്ചു നിർത്താനും അതിന്റെ ശത്രുക്കളെ ആരോഗ്യകരമായി പ്രതികരിക്കാനും ഇരുത്തേണ്ടടുത്ത് ഇരുത്താനും കഴിഞ്ഞത്. തക്ക സമയത്ത് യുദ്ധ തീരുമാനം എടുത്ത് സന്ദർഭോചിതമായി വിഷയങ്ങൾ കണ്ടറിഞ്ഞ് ഉത്തരവാദിത്വ നിർവഹണം അതാത് കാലത്ത് ആലിമീങ്ങൾ നടത്തി. അതിന്റെ പവറാണ് നാം കണ്ടത്. അത് 25 സംസ്ഥാന രൂപീകരിച്ചതാണെങ്കിലും പിന്നീട് മതകലാലയങ്ങളിൽ സ്കൂളിൽ മതപഠനം നിരോധിക്കുകയും നമ്മുടെ ആളുകൾ ഒരു പ്രത്യേകമായ ഫതറത്തിന്റെ അവസ്ഥയിലാവുകയും അതോടൊപ്പം ആദർശത്തിന്റെ പഠനം അനിവാര്യമാകുന്നത് വലിയവരിൽ മാത്രമല്ല, അതേസമയം മുതിർന്നു വരുന്ന കുട്ടികളിൽ കുല്ലു മൗലൂദിൻ യൂലദു വറൽ ഫിത്ര. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മളെ കേരളീയ അന്തരീക്ഷത്തിൽ ഈ ഹദീസ് അന്വർത്ഥമാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ്. വിശുദ്ധ ഇസ്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന സുന്നിയും വഹാബിയും മൗദൂദിയും എല്ലാം ആകാൻ പറ്റുന്ന ഒരു പ്രകൃതിയിലാണ് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. അവന്റെ സാഹചര്യങ്ങൾ അവനെ പലതുമാക്കി മാറ്റുകയാണ്. ആ നിഷ്കളങ്കരായ കുട്ടികളെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടി നമ്മുടെ ബോർഡിൽ ചേർത്ത് 1 മുതൽ അങ്ങോട്ട് പഠിപ്പിച്ച് നേരെ 10ാം ക്ലാസ് കഴിയുമ്പോൾ അബുൻ ഉമ്മുൻ എന്ന ആദരവോട് കൂടെ കാണേണ്ട പിതാവിനെയും മാതാവിനെയും പഠിപ്പിക്കുന്നതോടൊപ്പം അലിഫും ബാവും പഠിച്ചു. വീട്ടിൽ ചെന്നാൽ ഉമ്മാനുപ്പാന്റെ അറബിയും പഠിച്ചു. ഒരു വെടിക്ക് 2 അല്ല 3 പക്ഷി. ആ രീതിയിൽ തുടങ്ങി അവസാനം ആദർശ ബോധത്തോടുകൂടെ ഇറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രാഥമിക ഫാക്ടറിയിലെ പ്രധാന ജോലിക്കാരാണ് അല്ലെങ്കിൽ ഖാദിമുകളാകുന്ന നമ്മൾ. അവിടെ ആദർശമടക്കം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, കർമ്മങ്ങളും പഠിപ്പിച്ചു കൊടുത്തു, ഖുർആനും പഠിപ്പിച്ചു കൊടുത്ത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നാളെ ഖബറിൽ ചെന്നുകൊണ്ട് വമാ ഇമാമുക്ക എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഖുർആൻ ഇമാമി എന്ന് മറുപടി പറയാൻ പ്രാപ്തരാക്കുന്നിടം വരെ ഈ സമൂഹത്തിലെ 98%, 2% ആലിമീങ്ങൾ കാണൂ. ഈ 98%യും ഒന്നുകൂടെ ആലിമീങ്ങളെ ഉൾക്കൊള്ളിച്ചാൽ 100%. അവരെ ഏകനായ അള്ളാഹുവാകുന്ന ഉടമയിലേക്ക് ഈ അടിമകളെ അടുപ്പിക്കുന്ന മധ്യവർത്തികൾ അവരാണ് പ്രവാചകന്മാർ. ആ ഡ്യൂട്ടി ഇന്ന് ശരിക്കും ത്യാഗസന്നദ്ധതയോടുകൂടെ നിർവഹിക്കുന്ന സിസ്റ്റമാറ്റിക്കലായ ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാർ അവരാണ് മുഅല്ലിമീങ്ങൾ. അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഉത്ബുദ്ധതയുടെ ക്രെഡിറ്റ് ഏറ്റവും കൂടുതൽ അവകാശപ്പെടേണ്ടത് നമ്മളാണ് ഒരു നിലക്ക്. രണ്ടാമതോ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്ത 1951 അന്നാണ് വൈജ്ഞാനിക വിസ്ഫോടനത്തിന് തുടക്കം കുറിച്ച വിദ്യാഭ്യാസ ബോർഡ്, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ആ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ അന്ന് രംഗത്ത് വരുന്നത് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് ഹഫിളഹുല്ലാഹ് നൽകട്ടെ. ആ ഉസ്താദ് അവരുടെ അശാന്ത പരിശ്രമം കാരണം അങ്ങനെ വിദ്യാഭ്യാസ ബോർഡ് ഉടലെടുത്തു എന്ന് മാത്രമല്ല, വർഷം 6 കഴിഞ്ഞപ്പോൾ പടർന്നു പന്തരിച്ച ഈ മുഅല്ലിമീങ്ങൾക്ക് ഒരു കോർഡിനേഷൻ ബോർഡ്. അവരുമായി ഒരുമിച്ച് കൂടിയിരുന്ന് റേഞ്ചിൽ കൂടി ചർച്ചകൾ ചെയ്ത് കുറവുകളും കുറ്റങ്ങളും കൊണ്ടും കൊടുത്തും അറിഞ്ഞും മനസ്സിലാക്കി തിരുത്തിയും തിരുത്തിച്ചും അങ്ങനെ ഈ ദീനിന് ഉപകാരപ്രദമായ ഒരു സ്റ്റേജ് വേണം, ഒരു വേദി വേണം. ആ ആശയവും വരുന്നത് എം.എ. ഉസ്താദിന്റെ ബ്രെയിനിൽ നിന്നാണ്. അങ്ങനെയാണ് ആദ്യമായി 1957 തളിപ്പറമ്പ് റേഞ്ച് രൂപീകരിച്ച് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റുമായി എം.എ. ഉസ്താദ് രംഗത്ത് വരുന്നത്. നമുക്ക് ഒരു കാര്യം അഭിമാനത്തോടു കൂടെ പറയാം, വിദ്യാഭ്യാസ ബോർഡ് അതിന്റെ പട്ടയവും അടിയാധാരവും എല്ലാം ഉള്ളത് നമ്മുടെ പ്രസിഡന്റിലാണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ആരെങ്കിലൊക്കെ നമ്മളെ പറമ്പാന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദികളല്ലാന്ന് മാത്രം. അതിപ്പം റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ?
നിങ്ങൾ പുറമ്പോക്കും വാഴ കുഴിച്ചിടുന്നവരുണ്ടല്ലോ, കൊല ചിലപ്പോൾ വെട്ടാൻ കഴിഞ്ഞു വരും, അളന്നു നോക്കുമ്പോ സ്വത്ത് കിട്ടൂടാന്ന് മാത്രം, ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഏതോ ആകട്ടെ, ആ രീതിയിൽ ചിലപ്പോൾ അതൊക്കെ ആ രീതിയിൽ വന്നേക്കാം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ രീതിയിൽ ഉത്ബുദ്ധരായ സമൂഹത്തെ വളർത്തിയെടുക്കാൻ നല്ല ഒരു അടിത്തറവാകിയ ഈ മഹത്തായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം ചടങ്ങുകൾ നടക്കേണ്ട. നമ്മുടെ മഹത്തായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എത്തിയ സ്ഥിതിക്ക് ഇനി നിയന്ത്രണം ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കയ്യിലാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അവരുടെ തണലിൽ ദീർഘകാലം ആത്മാർത്ഥമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഖിദ്മ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ഞാൻ ചുരുക്കുന്നു, ആ 51 ബോർഡും 57 റേഞ്ചും ശേഷമുള്ള നമ്മുടെ സിസ്റ്റമാറ്റിക്കലായ പ്രവർത്തനവും എല്ലാം നിലക്കും, പ്രത്യേകിച്ചും ബന്ധപ്പെട്ട 54 SVS-ഉം ആ SVS-ഉം 73 SSF-ഉം ഈ സംഘ കുടുംബം എല്ലാം കൂടി ഒത്തൊരുമിച്ച് നിൽക്കുന്ന സമയത്ത് പ്രത്യേകമായ വെല്ലുവിളികൾ 89 നേരിട്ടപ്പോൾ അതിനെ തുടർന്ന് സുന്നി ചേർത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയപ്പോൾ 2 നിരക്കന്ന് ത്യാഗം സഹിച്ച സമൂഹമാണ് മുഅല്ലിമീങ്ങൾ. ഒന്ന് 82 നമ്പർ സർക്കുലർ ഒപ്പിടാൻ വന്നപ്പോൾ അന്ന് കുറെ മുഅല്ലിമീങ്ങൾ, കുറെ താടിയും തലയും നിറച്ച മുഅല്ലിമീങ്ങൾക്ക് അത് നല്ല ഓർമ്മ ഉണ്ടാവും. കാരണം അന്ന് മുടങ്ങിയ ചെലവൊന്നും മറന്നു പോകൂലല്ലോ. ഏതായിരുന്നാലും അന്ന് അൽഹംദുലില്ലാഹ് ആ സർക്കുലറുമായിട്ട് വന്നപ്പം വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത മുഅല്ലിമീങ്ങളാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് ആളുകൾ. പിന്നെ രണ്ടാമത് അന്നിവിടെ പിരിച്ചുവിടപ്പെട്ട് ഇടങ്ങേറായ സമയത്ത് ഉള്ളത് വിറ്റുമുടിച്ചിട്ടെങ്കിൽ വീട്ടിൽ നിന്നും എതിർപ്പ്, നാട്ടിൽ നിന്നും എതിർപ്പ്, മദർസൊന്നും എതിർപ്പ്. അങ്ങനെയാണ് ഉമ്മറിന്റെ വിസക്ക് ഗൾഫിലേക്ക് കയറിയത്. അവിടെ കയറി കിട്ടിയ ജോലി എടുത്തിട്ട് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് പകുതി വീട്ടിലേക്കും പകുതി നാട്ടിലെ സംഘടനക്കും. അവരാണ് സത്യത്തിൽ നമ്മുടെ ചാലക ശക്തി. 50 ഉറുപ്പിയും 75 ഉറുപ്പിയും ആജിമാര് ബെൽറ്റ് തപ്പി പിരിവ് കൊടുത്തപ്പം 500 നോട്ട് ഭരിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെയാണ് പിരിവ് കൊടുക്കേണ്ടത് എന്ന് വംഫിഖൂ മിമ്മാ റസഖനാക്കും, നിങ്ങൾക്ക് നമ്മൾ നൽകിയ നിങ്ങൾ കൊടുത്തോളി, ഇത് നമ്മളതല്ല എന്ന ആയത്ത് അത് ശരിക്കും അങ്ങോട്ട് മുഅല്ലിമീങ്ങൾ പ്രവർത്തിക്കാക്കിയപ്പോഴാണ് ആജിമാർ രംഗത്തിറങ്ങിയിട്ടേ എന്നാ പിന്നെ ആ മുഅല്ലിം 500 കൊടുക്കാൻ എന്റെ വക 5000. അങ്ങനെയാണ് നല്ല പിരിവിലേക്കും ഇറങ്ങി. ചുരുക്കത്തിൽ മുഅല്ലിമീങ്ങളുടെ ഹിമ്മത്തും അവരുടെ ഹിക്മത്തും അവരുടെ ഇഖ്ലാസും അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ വലിയ ശക്തിയായി വളർന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്, അതുകൊണ്ടാണ് നമ്മുടെ SVS-ന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ മാത്രം വിളിച്ചിട്ട് ഒരു നല്ല ഗ്രാൻഡ് പരിപാടി നടത്തണം. അതിന് ടോപ്പ് നേതാക്കളും വരണം. അങ്ങനെ തീരുമാനിച്ചാൽ ബഹുമാനപ്പെട്ട ഈ ബാഫഖി തങ്ങളും കാന്തപുരം ഉസ്താദും പേരോട് ഉസ്താദും പൊന്മള ഉസ്താദും വണ്ടൂർ ഉസ്താദും അള്ളാഹു നേതാക്കൾക്കെല്ലാം ഹിമ്മത്തോടെ ഇൽഫത്തോടെ ഇസ്സത്തോടെ ആത്മീയ റിഫത്തോടെ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് SMA-യുടെ ജില്ലാ കമ്മിറ്റിയുടെ വക എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഇതുപോലെ ഇൻഷാ അല്ലാഹ് മർക്കസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ മുഴുവൻ സഖാഫിമാരുടെയും സംഗമം ഇൻഷാ അല്ലാഹ് ഈ മാസം 27-ാം തീയതിയിൽ മഞ്ചേരിയിൽ വെച്ച് 3 മണിക്ക് നടക്കുന്നു. എല്ലാ മുഅല്ലിമീങ്ങളെയും ഔദ്യോഗികമായി അതിലേക്ക് അറിയിച്ച് ക്ഷണിച്ചുകൊണ്ട് കഴിഞ്ഞ SMA-യുടെ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ മഞ്ചേരിയിൽ വെച്ച് നടന്ന ക്യാമ്പിൽ ഖുതുബക്കുമ്പുള്ള പ്രസംഗത്തെക്കുറിച്ച് നടത്തിയ ചർച്ച, ആ ചർച്ചയിലെ ഫോട്ടോസ്റ്റാറ്റ് ആവശ്യപ്പെട്ടപ്പം അത് കൊടുക്കാമെന്ന് ഏറ്റിരുന്നു. വാദി സലാമിൽ സാധനം റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ കൊടുത്ത പൈസ കഴിഞ്ഞിട്ടില്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ കോപ്പി നിങ്ങൾക്കത് കൈപ്പറ്റാവുന്നതാണ്. ഓഫീസ് സെക്രട്ടറിയുടെ സ്ഥലത്തുണ്ട് എന്നും കൂടെ അറിയിച്ചുകൊണ്ട് വസിയത്തോടുകൂടെ വാഹുർ ദവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.